കർണാടകയിലെ ഉടുപ്പി ജില്ലയിൽ കുടജാദ്രി മലനിരകളുടെ താഴ്വരയിൽ സൗവർണിക നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. ആദിപരാശക്തിയെ മഹാലക്ഷ്മി, മഹാസരസ്വതി, മഹാകാളി എന്നീ ഭാവങ്ങളിൽ ആരാധിക്കുന്ന ഇവിടെ ശ്രീ ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന ത്രിമൂർത്തി സാന്നിധ്യമുള്ള സ്വയംഭൂ ലിംഗമാണ് പ്രധാന പ്രതിഷ്ഠ. കേരളത്തിൽ ദേവീ പ്രതിഷ്ഠ നടത്താൻ ആഗ്രഹിച്ച ശങ്കരാചാര്യർക്ക് ദേവി കൊല്ലൂരിൽ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹം ദേവിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തുവെന്ന് ഐതിഹ്യം. ശ്രീചക്രം സ്വയംഭൂലിംഗത്തിനു പുറകിൽ ശങ്കരാചാര്യർ ശ്രീചക്രം പ്രതിഷ്ഠിച്ചുവെന്ന് കരുതപ്പെടുന്നു. കേരളീയർക്ക് വളരെ പ്രാധാന്യമുള്ള ഈ ക്ഷേത്രം കർണാടകയിലെ 7 മുക്തിസ്ഥലങ്ങളിൽ ഒന്നായും കണക്കാക്കപ്പെടുന്നു. ശക്തിദേവതയായാണ് മൂകാംബികയെ ഇവിടെ ആരാധിക്കുന്നത്. മൂകാംബിക എന്നറിയപ്പെടുന്ന രാക്ഷസൻ അല്ലെങ്കിൽ ട്രോളൻ കൗംഹാസുരനെ ഈ ക്ഷേത്രത്തിൽ വധിച്ചു. ലിംഗം ഇടതുവശത്ത് മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നിവയുമായി സംയോജിപ്പിച്ചിരിക്കുന്നതിനാൽ മൂകാംബിക ഒരു ആദിശക്തിയാണ്. ഈ രൂപത്തിലുള്ള ആദിശക്തിയെ ഇവിടെ മാത്രമേ കാണാൻ കഴിയൂ. ഉദ്ഭാവലിംഗത്തിന്റെ രൂപത്തിൽ വലതുവശത്ത് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരെയും സംയോജിപ്പിച്ചിരിക്കുന്നു. ഈ ജ്യോതിർലിംഗത്തെ ഇടത് വലതുഭാഗങ്ങളായി വിഭജിക്കുന്ന ഒരു സ്വർണ്ണ ശൃംഖലയുണ്ട്. ലിംഗത്തിന്റെ ഇടതുവശം ശക്തിയെയും വലതുഭാഗം ശിവനെയും പ്രതിനിധീകരിക്കുന്നു. ധ്യാനത്തിനിടെ ദേവി തന്റെ ദിവ്യദൃഷ്ടിയിൽ പ്രത്യക്ഷപ്പെട്ടതിനാൽ ആദിശങ്കരൻ ദേവിയുടെ പ്രതിമ ശ്രീചക്ര യന്ത്രത്തിൽ സ്ഥാപിച്ചു. ശ്രീ ശങ്കരാചാര്യരുടെ പീഠം ക്ഷേത്രത്തിന്റെ സംഗീതത്തിന്റെ പടിഞ്ഞാറു വശത്താണ്. ആദിശങ്കരാചാര്യർ രൂപപ്പെടുത്തിയ വിജയാഗമ സമ്പ്രദായമനുസരിച്ച് ഇന്നും ആരാധനാക്രമം തുടരുന്നു. എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് നിർമാല്യ പൂജ നടക്കുന്നു. ആ സമയത്ത് ഭക്തർക്ക് സ്വയംഭൂലിംഗം ദർശിക്കാൻ അവസരമുണ്ട്. എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ ത്രികാല പൂജ നടത്തുന്നു. ആയിരക്കണക്കിന് ഭക്തർ തങ്ങളുടെ പ്രശ്നങ്ങൾ, വേദനകൾ, ബുദ്ധിമുട്ടുകൾ എന്നിവയിൽ നിന്ന് ആശ്വാസം കണ്ടെത്താനോ മതപരമായ വ്രതങ്ങൾ സമർപ്പിക്കാനോ പരിസ്ഥിതിയുടെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനോ ക്ഷേത്രം സന്ദർശിക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തർ എല്ലാ ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ശ്രാവണ മാസത്തിലും ഫാൽഗുന മാസത്തിലെ മൂലനക്ഷത്ര ദിനത്തിലും ക്ഷേത്രം സന്ദർശിക്കുന്നു. ഈ ക്ഷേത്രം സന്ദർശിക്കുന്ന ഭക്തരിൽ ഏകദേശം 50% കേരളത്തിൽ നിന്നുള്ളവരും 25% തമിഴ്നാട്ടിൽ നിന്നുള്ളവരും 25% കർണാടകയിൽ നിന്നുള്ളവരുമാണ്. ആന്ധ്ര, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭക്തരും ക്ഷേത്രം സന്ദർശിക്കുന്നു. അറിവിനും കലയ്ക്കും വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ദേവിയെ സംസാരത്തിന്റെയും അക്ഷരങ്ങളുടെയും ദേവിയായി ആരാധിക്കും. മൂകാംബിക ദേവിയുടെ വിഗ്രഹം പഞ്ചലോഹ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന് 1200 വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു. നിരവധി രാജാക്കന്മാർ ഈ ക്ഷേത്രത്തിൽ വിശ്വാസമർപ്പിച്ചിരുന്നു. കേളടി രാജവംശത്തിലെ പ്രശസ്തരായ രാജാക്കന്മാരായ ശങ്കണ്ണ നായകയും ശിവപ്പ നായകയും ക്ഷേത്രത്തിനായി ധാരാളം സംഭാവനകൾ നൽകുകയും ക്ഷേത്രം പുതുക്കിപ്പണിയുകയും ചെയ്തു. ഐതിഹ്യങ്ങൾ അനുസരിച്ച് ദേവി തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് തന്റെ ആഗ്രഹം ചോദിച്ച ദിവസം ആദിശങ്കരാചാര്യർ ദേവിയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നു. ദേവി അതിന് സമ്മതിച്ചു. പക്ഷേ ആദിശങ്കരാചാര്യരെ പരീക്ഷിക്കാൻ ദേവി തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെ പിന്തുടരുമെന്നും അദ്ദേഹം തിരിഞ്ഞു നോക്കരുതെന്നും ഒരു നിബന്ധന വയ്ക്കുന്നു. അവർ കൊല്ലൂരിലെത്തിയപ്പോൾ ആദിശങ്കരാചാര്യർ താൻ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് സംശയിച്ച് തിരിഞ്ഞു. ആ സംഭവത്തിന് ശേഷം കൊല്ലൂർ എന്ന സ്ഥലത്ത് തന്നെ തന്റെ വിഗ്രഹം സ്ഥാപിക്കാൻ ദേവി ആദിശങ്കരാചാര്യരോട് ആവശ്യപ്പെടുന്നു. ശ്രീകോവിലിന്റെ തെക്കുഭാഗത്താണ് ദശഭുജ ഗണപതി. പ്രദക്ഷിണവട്ടത്തിന്റെ തെക്കുപടിഞ്ഞാറു ഭാഗത്താണ് നാഗപ്രതിഷ്ഠ. ഹനുമാൻ, വീരഭദ്രേശ്വരർ, സുബ്രഹ്മണ്യൻ, ശിവൻ എന്നിവർക്കും പ്രത്യേകം പ്രതിഷ്ഠകളുണ്ട്. പുറം വൃത്തത്തിന്റെ തെക്കുഭാഗത്താണ് സരസ്വതി മണ്ഡപം. വിദ്യാരംഭ ചടങ്ങുകൾ ഇവിടെയാണ് നടത്തുന്നത്. കുട്ടികളെ ഔപചാരികമായി പഠനത്തിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു ഹിന്ദു പാരമ്പര്യമാണിത്. സാധാരണയായി വിജയദശമി ദിനത്തിലാണ് ഈ ആചാരം നടത്തുന്നത്. മൂകാംബിക ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് നവരാത്രി. എരുമത്തലയുള്ള അസുരനായ മഹിഷാസുരനെതിരെ ദുർഗാദേവി നേടിയ വിജയത്തെയാണ് നവരാത്രി ആഘോഷിക്കുന്നത്. 9 പകലും 9 രാത്രിയും നീണ്ടുനിന്ന പോരാട്ടത്തിൽ അവൾ 10ാം ദിവസം വിജയശ്രീലാളിതയായി ഉയർത്തെഴുന്നേറ്റു. വിജയദശമി ദിവസം രാവിലെ മൂകാംബിക സന്നിധിക്ക് മുന്നിൽ ആയിരക്കണക്കിന് കുട്ടികൾ ആദ്യ അക്ഷരങ്ങൾ എഴുതുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ഭക്തർ മൂകാംബിക സന്നിധിയിലേക്ക് എത്തുന്നു. ആ വൈകുന്നേരം വിജയയാത്രയോടെ നവരാത്രി ആഘോഷങ്ങൾ അവസാനിക്കുന്നു. വിദ്യാരംഭം പൂജ ഇതാണ് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന്റെ ഔപചാരിക തുടക്കം കുറിക്കുന്ന പരമ്പരാഗത ഹിന്ദു ആചാരം. അക്ഷരാഭ്യാസം എന്നും അറിയപ്പെടുന്നു. 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കായി ദിവസവും രാവിലെ 6:45 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് പൂജ നടക്കുന്നത്. ചണ്ഡികാ ഹോമത്തിന് 7 പുരോഹിതരുടെ സാന്നിധ്യം ആവശ്യമാണ്. അവർ ദേവി മാഹാത്മ്യത്തിലെ 700 ശ്ലോകങ്ങളും സ്തുതികളും ജപിക്കുന്നു. ജപത്തിനിടെ അഗ്നിക്ക് പായസം, മധുരമുള്ള പുഡിംഗ് സമർപ്പിക്കുന്നു. ഹോമത്തിന് 1 ദിവസം മുമ്പ് ഭക്തൻ എത്തിച്ചേരണം. ഹോമം രാവിലെ 8 മണിക്ക് ആരംഭിച്ച് 11:30 അവസാനിക്കും.
കുടജാദ്രി പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു പുണ്യനദിയാണ് സൗപർണിക. ക്ഷേത്രത്തിന് സമീപത്തു കൂടിയാണ് ഇതൊഴുകുന്നത്. നിരവധി ഔഷധ സസ്യങ്ങളിലൂടെ ഒഴുകുന്ന സൗപർണിക നദിയിലെ ജലത്തിന് നിരവധി രോഗങ്ങൾ ഭേദമാക്കാൻ കഴിയുമെന്ന് പലരും വിശ്വസിക്കുന്നു. കാലക്രമേണ നദി മലിനമായി. കുടജാദ്രി പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി 100 കിലോമീറ്ററിലധികം ഒഴുകി കുന്താപുരയിൽ വെച്ച് അറബിക്കടലിൽ പതിക്കുന്നു. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മൂകാംബിക റോഡാണ്. കൊല്ലൂരിൽ നിന്ന് 29 കിലോമീറ്റർ അകലെയാണിത്. ബൈന്ദൂർ ബസ് സ്റ്റേഷനിൽ ഒരു ഓട്ടോ വാടകയ്ക്കെടുത്ത് കൊല്ലൂരിലേക്ക് ഒരു ബസ് കയറാം. പുരാതന കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഈ ക്ഷേത്രം ഇടം നേടുന്നു. മൂകാംബികയിൽ ശിവന്റെ സാന്നിധ്യമുള്ളതിനാൽ കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഭക്തൻ ഏതു ഭാവത്തിലാണോ ദേവിയെ വണങ്ങുന്നത് ആ ഭാവത്തിൽ ദേവി അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര ഇൻഫർമേഷൻ സെന്റർ ബന്ധപ്പെടേണ്ട നമ്പർ 000091 93939393939150 8500898800 939393939510 0877250080 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഓരോരുത്തരുടെ വഴിപാടായിട്ട് ചെയ്യുന്ന രസീതിൻ്റെ പ്രകാരമായിട്ട് സ്വർണ്ണലോകം പഠിക്കുന്ന പറഞ്ഞതോ ഒന്നുമില്ല. അത് അപൂർവമായിരിക്കും സ്വർണ്ണലോകം വെച്ചിട്ട് പോകാം. ദേവിയുടെ മഹാദേവൻ സംരക്ഷണം കൊടുക്കുന്ന വീരഭദ്രസ്വാമിയാണ് ഇതാണ് നമ്മൾ പുറത്തിറങ്ങി ആദ്യം പറയുന്ന വീരഭദ്രസ്വാമിയാണ്. അതിനുശേഷം സരസ്വതി മഠത്തിൽ പോയി സരസ്വതിയെ തുടങ്ങും. പിന്നെ ഉപദേവതയെല്ലാം തുടങ്ങും. ഇങ്ങനെയാണ് ഇതിൻ്റെ ആദ്യത്തെ വരുമ്പോൾ അതിന് ഡയറക്റ്റായിട്ട് അകത്തോട്ട് കയറി പോവുകയാണ്. അകത്തേക്ക് ഇത് പുറത്തിറങ്ങിയുമ്പോൾ അത് കാണുന്ന വീരഭദ്രസ്വാമി അത് ദേവസ്വം ഏറ്റെടുത്ത ശേഷം ഭക്തജനങ്ങൾക്കായി കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്ന സ്ഥലമാണ്. ഓരോ സാരിക്കും പ്രത്യേകമായിട്ട് അതിൻ്റെ ടൈമും അതിൻ്റെ റേറ്റും ഇട്ടിട്ടുണ്ട്. ഇഷ്ടമുള്ളവർക്ക് നോക്കി സെർച്ച് ചെയ്ത് വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. ഉപ്പിടാമടക്കി നെയ്വിളക്ക് രസീത് വാങ്ങിക്കുന്നു. ഇവിടെ രസീത് കൊടുക്കുമ്പോൾ അവരെ നെയ്യ് കത്തിക്കുന്ന വിളക്ക് വരും. നമ്മൾ കത്തിച്ച് ഭഗവതിയെ ഒഴിഞ്ഞ് അവിടെ കത്തിച്ച് പ്രവർത്തിച്ച് പോകാം. പ്രതിഷ്ഠ കാര്യം പറ്റിയെന്ന് പറയും. പ്രതിഷ്ഠ കാര്യം ഒരു ഭാഗ്യമാണ് ഇതിൻ്റെ നേർച്ചക്കാർക്ക്. ചാണ്ടിക ഹോമം വയ്ക്കുന്നത്. ചാണ്ടിക ഹോമം കൊടുത്ത് നമ്മൾ പൈസ അടച്ചിട്ട് ആ സമയമാകുമ്പോഴത്തേക്ക് വീട്ടുകാരെ അകത്തിരുത്തിയിട്ട് അവിടെ സാധനത്തിലാണ് ചാണ്ടിക ഹോമം നടക്കുന്നത്. മഹാചാണ്ടിക ഹോമം ഇത് വർഷങ്ങളെ കാത്തിരിക്കും. അറിയത്തില്ല. അവർക്ക് അന്വേഷിച്ചറിയില്ല. തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇതിന് ഈ ചാണ്ടിക ഹോമം കഴിക്കുന്നവർക്കാണ് ഇവിടെ പൂജകളെല്ലാം അവകാശമുള്ളത്. ഇത് മഞ്ചില് തേരെല്ലാം കഴിക്കുന്ന എല്ലാം ഈ പത്ത് കൊടുത്ത പിന്നെ ചടങ്ങിൻ്റെ അവരെ